ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകളെ സംഘടിപ്പിക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ടാണ് എന്നും കൂടെ ഞാൻ ഉണർത്തുകയാണ്. ബഹുമാന ശശി MLA അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ, ബഹുമാനപ്പെട്ട സന്ദീപ് സാർ അവറുകൾ, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ പ്രവർത്തനത്തിൻ്റെ മണ്ഡലങ്ങൾ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഞാൻ പരിശോധിക്കുമ്പോൾ, ഞാൻ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലുള്ള പ്രവർത്തനങ്ങളിലൂടെ അറിയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിലുള്ള കുട്ടികളെ ഒരുപാട് ഉന്നമനങ്ങളിലേക്ക് കൊണ്ടുവരാൻ ഇതുപോലുള്ള സംഘടന പാവങ്ങളെ സഹായിക്കുന്നതിനും വീട് വെച്ച് കൊടുക്കുന്നതിനും വിവാഹ സഹായങ്ങൾക്കുമൊക്കെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. ഈ അടുത്താണ് എന്നെയും ഈ പരിപാടിയിലേക്ക് വിനീതനായ എൻ്റെ സുഹൃത്ത് സന്ദീപ് സാർ ക്ഷണിക്കുന്നത്. ഞാൻ വരാമെന്ന് പറയുകയും ഇതിൻ്റെ എല്ലാ കാര്യങ്ങളിലുമൊക്കെ എൻ്റെ കയ്യൊപ്പ് ചേർത്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് വന്നു. ഏതായാലും ദൈവം അനുഗ്രഹിക്കട്ടെ, നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കി തരട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരു കാര്യം നിങ്ങളോട് ഉണർത്താനുള്ളത്, നമ്മുടെ കുട്ടികളുടെ മെന്റലി പ്രോബ്ലങ്ങൾ, അവരുടെ ഡിപ്രഷനുകൾ, അവരുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ഉദ്ദേശിപ്പിച്ചുകൊണ്ട് ഉത്കണ്ഠയോടെ അവരെ നല്ലൊരു കുട്ടിയാക്കാൻ, നല്ല മക്കളാക്കാൻ പ്രയത്നിക്കുന്ന എൻ്റെ രക്ഷിതാക്കൾ, എൻ്റെ മുന്നിലിരിക്കുന്നവർ, അവർക്ക് എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള ആത്മവിശ്വാസം നമ്മൾ ഉൾക്കൊള്ളിച്ചു കൊടുക്കേണ്ട അനിവാര്യമാണ്. ഒന്നിനും പിറകിലാക്കാതെ എല്ലാം നിന്നെ കൊണ്ട് സാധിക്കും, എല്ലാ പരിപാടികളിലും നീ വിജയിക്കും എന്നുള്ള നല്ല സാരസമ്പൂർണമായ വാക്കുകൾ കൊണ്ട് കുട്ടികളെ ചേർത്ത് പിടിക്കലാണ് എൻ്റെ മുന്നിലിരിക്കുന്ന രക്ഷിതാക്കൾ ചെയ്യേണ്ടത്. നമ്മളെ കുട്ടികൾ ഇത്രയല്ല, ധാരാളം കുട്ടികൾ കലയില്ലാത്ത വീടുകളിൽ അകപ്പെട്ടു പോയ എത്രയോ കുട്ടികളുണ്ട്. എല്ലാ കലകളും ഉണ്ടായിട്ടും അവർക്ക് കല കൊടുക്കാതെ ആർട്ടാണ് അവരുടെ കല എന്ന് പറയുന്നത്, ആർട്ടാണ്. ഈ ആർട്ട് അവർക്ക് കൊടുക്കാതെ അവരെ തളക്കെട്ടി പിടിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാ വിനോദങ്ങളിലും എല്ലാ പരിപാടികളിലും കുട്ടികളെ ഇൻവോൾവ് ആക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. കുട്ടികൾക്ക് കോൺഫിഡൻസ് കൊടുക്കേണ്ടത് അവരെ നിങ്ങളാണ് അതിനെ പ്രചോദനം ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മൾ ഇത്തരത്തിലുള്ള പരിപാടികൾ, വളരെ മനോഹരമായ പിഞ്ചു കുഞ്ഞുങ്ങൾ അവരവതരിപ്പിച്ച പരിപാടി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ആ രക്ഷിതാക്കൾക്ക് അഭിമാനമാണ്. ഇവിടെ അവതരിപ്പിച്ച കുട്ടികൾ LKG ആകട്ടെ, UKG ആകട്ടെ, LP ആകട്ടെ, ഇവിടെ നടത്തിയ പരിപാടികൾ ആ കുട്ടികളുടെ രക്ഷിതാക്കൾ അഭിമാനിക്കുകയാണ്. ഈ ഒരു പരിപാടിയിൽ അവർ അവതരിപ്പിച്ച ഓരോ ഡാൻസുകൾ കണ്ടിട്ട് അവർ അഭിമാനം പുകരിതമാവുകയാണ്. അതിൻ്റെ ഏറ്റവും വലിയ സമ്മാനം അർഹിക്കേണ്ടത് അവരാണ്, രക്ഷിതാക്കളാണ്. അവരാണ് കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രചോദനങ്ങൾ കൊടുത്ത് ഇവിടെ എത്തിച്ചു തന്നത്. ഇനിയും ധാരാളം കുട്ടികൾ ഈ പരിപാടിയിൽ എത്താനുണ്ടായിരുന്നു. ചില സാഹചര്യങ്ങളായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. സന്ദീപ് സാർ ഈ ഒരു പരിപാടി വെക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്. ഒരുപാട്, നിങ്ങൾക്കറിയോ, ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ അത്രമാത്രം നമ്മൾ ഓടി നടക്കണം. ഇത്രയും ഒരു വേദി നമ്മൾ, ഒരു സംഘടന, ഒരു സംവിധാനം ഒരുക്കുമ്പോൾ, ആൾക്കാരെയൊക്കെ ക്ഷണിക്കുമ്പോൾ, അതിനുവേണ്ടി ഫ്ലക്സ് അടിക്കുമ്പോൾ, നോട്ടീസ് അടിക്കുമ്പോൾ, അതിനുവേണ്ടി സമ്മാനദാനങ്ങൾ വാങ്ങുമ്പോൾ, എല്ലാം അതിനുള്ള പ്രയത്നം, അതിന്റെ എല്ലാമായ സന്ദീപ് സാറ് അതിന്റെ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുമ്പോൾ ഒരു കയ്യടി അദ്ദേഹത്തിന് കൊടുക്കണ്ടേ? ഒരു കയ്യടി കൊടുക്കേ, അതാണ്. അപ്പൊ കയ്യടി കൊടുക്കുക, ഇതൊക്കെ ഒരു ആത്മാർത്ഥതയോടുകൂടി നടത്തുന്ന പരിപാടികളാണ്. അപ്പൊ ഈ പരിപാടിയിലൊക്കെ നിങ്ങളൊക്കെ ക്ഷണിച്ചുകൊണ്ട് നിങ്ങളുടെ മക്കളെയൊക്കെ കാര്യക്ഷമതയോടുകൂടി നല്ല എനർജിയായ പോസിറ്റീവായ പരിപാടികളൊക്കെ നടത്തി നമ്മളെല്ലാവരും മനോഹരിതമായിരിക്കാം. നമ്മുടെ ഉച്ചഭക്ഷണം കഴിഞ്ഞിട്ട് നമ്മൾ വെറുതെയായില്ല, ഉറങ്ങിയില്ല. സാധാരണ ഏത് ഭക്ഷണം കഴിച്ചൊരു വ്യക്തിക്കും ഉറക്കം ഉടനെ വരും, സാധാരണഗതി. പക്ഷേ നമ്മുടെ മക്കളുടെ പെർഫോമൻസ് കണ്ടപ്പോ ആർക്കും ഉറക്കം വന്നില്ല എന്നുള്ളതാണ്.
ഏറ്റവും ഒരു സന്തോഷമായ മുഹൂർത്തത്തിലാണ് ബഹുമാനപ്പെട്ട MLA അടക്കം ഇവിടെ ഇരിക്കുമ്പോൾ അടുത്ത് നമ്മൾ കാതോർത്തിരിക്കുന്നത് നമ്മുടെ ഉദ്ഘാടനമാണ്. അതിനുശേഷം നടക്കുന്ന ഈ പുരസ്കാര വിതരണ മറ്റു സംവിധാനങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ കുരുന്നുകളെ ഇവിടെ ക്ഷണിച്ചുകൊണ്ട് തന്നെ അവരെ ആദരിക്കുമ്പോൾ, അവരെ സഹായിക്കുമ്പോൾ, അവരെ സ്നേഹിക്കുമ്പോൾ അതിൽ എത്രമാത്രം സന്തോഷമാണ്. അത് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മുടെ കുട്ടികൾക്ക് ആത്മവിശ്വാസം വരാൻ ഏറ്റവും അനിവാര്യമായ ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത്. കുട്ടികൾക്ക് ആത്മവിശ്വാസം അവരെ മനസ്സിൽ. സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു ഭാരതീയ ജനതാ പാർട്ടിയുടെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ആറ്റിങ്ങൽ മണ്ഡലം പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീ ബൈജു അവരുടെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ഒരുപക്ഷെ ഞങ്ങളൊരു സഹ അധ്യാപകരാണ് ആറ്റിങ്ങൽ ഒരുമിച്ച് പഠിപ്പിച്ചിരുന്നത്. ഒപ്പം തന്നെ ഞാൻ നമ്മുടെ ജ്വാലയുടെ ഭാരവാഹിത്വത്തിലേക്ക് അധികം ക്ഷണിച്ചതാണ്. അദ്ദേഹത്തിന്റെ അന്നത്തെ തിരക്കുകൾ കാരണം അദ്ദേഹത്തെ കഴിയാതെ പോയതാണ്. സ്വാഗതം ചെയ്യുന്നു സാർ. ബൈജു സാർ, താങ്ക് യു. വളരെയധികം പ്രമുഖരായ നേതാക്കൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. നമ്മുടെ കുട്ടികളുടെ കലാപരിപാടികൾ വളരെ ഭംഗിയായി നടന്നു. അതിൻ്റെ ഒരു വിരാമമാണ് എന്നിവിടെ നടക്കാൻ പോകുന്നത്. അതിമഹത്തായ ഈ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. മറിച്ച് നമ്മളെല്ലാവരും നമ്മുടെ കുട്ടികളെ സംരക്ഷണം നൽകുക, നമ്മളെ കെയർ നൽകുക, കുട്ടികളുടെ കലാ വിരുന്നുകളിൽ നമ്മളവരെ പ്രോത്സാഹനം കൊടുക്കുക, നമ്മളെ എല്ലാ നിലയ്ക്കും ഫ്രണ്ട്ലി ആവുക. നമ്മുടെ കുട്ടികളുടെ ഫ്രണ്ട്ലി ആയിക്കൊണ്ട് തന്നെ നമ്മുടെ രക്ഷിതാക്കൾ കുട്ടികളെ, അത് ടീച്ചറായാൽ അധ്യാപകർ വളരെയധികം കുട്ടികളോട് കാണിക്കുന്ന ആ ഒരു പ്രചോദനമുണ്ടല്ലോ, അതുപോലെ നമ്മളും ആ പ്രചോദനം കൊടുക്കുമ്പോൾ തന്നെയാണ് നമ്മുടെ കുട്ടികളെ വലിയ നിലവാരങ്ങളിലേക്ക് പോകാൻ സാധിക്കുന്നത്. നല്ല നല്ല വേദികൾ കൈയടക്കാനുള്ള നവഭാഗ്യം നമ്മുടെ മക്കൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, നമ്മുടെ മക്കൾ ഈ ഒരു വേദിയിൽ പാടുമ്പോൾ മാത്രമല്ല, ഒരുപാട് വേദികൾ കൈയെടുക്കാനുള്ളവരാണ്, ഒരുപാട് അറിയപ്പെടേണ്ടവരാണ്. സമൂഹത്തിൽ ഉന്നമനങ്ങളിൽ സമൂഹത്തിനെ ചേർത്ത് പിടിക്കേണ്ട നമ്മുടെ മക്കളാണ്. കാലഘട്ടം നമ്മുടെ മക്കളിലാണ് ഇനി ഭവിക്കാൻ പോകുന്നത്. നമ്മുടെ കാലഘട്ടങ്ങൾ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ മക്കളാണ് നമ്മുടെ എല്ലാം കാലഘട്ടങ്ങൾ തോറും നമ്മുടെ കുട്ടികളാണ് ഇനിയുള്ള ഉയരങ്ങൾ. അവർക്ക് വേണ്ടിയുള്ള ആ ഉയരങ്ങളുടെ ആ സമാഹരണത്തിന് വേണ്ടി നാം പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ പാത നല്ലതാക്കി എടുത്തുകൊണ്ട് നമ്മുടെ മക്കളുടെ പാതകളോ നാം ശ്രദ്ധ ചെലുത്തി പോകണമെന്ന് ഇത്തരണത്തിൽ വേദിയിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും ഇവിടെ പങ്കെടുത്ത് MLA അടക്കം ഇതിനെല്ലാമായ പ്രവർത്തകരടക്കം എല്ലാവരെയും സന്ദീപ് സാറിനടക്കമുള്ള ഈ സദസ്സിലിരിക്കുന്ന വേദിയിലിരിക്കുന്ന ഓഡിയൻസ് അടക്കം എല്ലാ രക്ഷിതാക്കൾക്കും 1000 നന്ദിയും കടപ്പാടും ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ ഒരു ഞായറാഴ്ചയിലെ സായാഹ്നം ധന്യമാക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ജ്വാല സംസ്കൃതി ഭവൻ തിരുവനന്തപുരം ആറ്റിങ്ങൽ ഹെഡ് ഓഫീസ് എൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ എൻ്റെ എല്ലാവിധ ഭാവങ്ങളും നേരിടും. അപ്പോൾ അടുത്തതായിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളെല്ലാവരും, നമ്മുടെ ജ്വാലയുടെ ആദരണീയ ഭാരവാഹികൾ എല്ലാവരും തയ്യാറാണ്. നമ്മുടെ വിശിഷ്ട അതിഥികൾ കുറച്ചു പേര് ഇപ്പോഴും വന്നെത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ശ്രീ അജിൽ മണിമുത്ത്, ശ്രീ അനോപാനന്ദ്, മുതാക്കൽ ഗ്രാമപഞ്ചായത്ത് അംഗം ശ്രീമതി ദീപാറാണി അവരുകളൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. നമ്മുടെ മീഡിയാസൊക്കെ അവിടെ നഗരൂരിൽ നിന്ന് ഒരു ചെറിയൊരു കത്തിക്കുത്തു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ അവർ അതിൻ്റെ പുറകെയാണ്. അപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഒരു സ്വാഗത നൃത്തമായിട്ട്, അതായത് വെൽക്കം ഡാൻസ്, രംഗപൂജ എന്ന മലയാളത്തിൽ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികളെ ഒന്ന് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ തിരി തെളിയിക്കാനായിട്ട് ആദ്യമേ തന്നെ ഒന്ന് തിരി തെളിയിച്ചിട്ട് ആ രംഗപൂജയിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. തിരി തെളിയിക്കാനായിട്ട് ചിറയൻകീഴ് മണ്ഡലം MLA, നമ്മുടെ ചിറയൻകീഴ് നിയോജക മണ്ഡലം MLA ശ്രീ V ശശി അവരുടെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. Thank you.
ചെരുപ്പൂടി ചെക്ക കയറിപ്പോ പറഞ്ഞോ ശരി എല്ലാരും വാ പരിപാടിയല്ലോ ശരി വാ പറഞ്ഞ ഡാൻസ് ഈ ഡാൻസാണ് പറഞ്ഞത് സാറ് നമ്മുടെ പ്രിയപ്പെട്ട MLA ഇപ്പോൾ എന്നെ അറിയിച്ചതാണ്. സാറ് ഇപ്പോൾ ഒന്ന് പെട്ടെന്നൊന്ന് ഫ്രീ ആക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും ശരി, നമ്മുടെ ആദ്യം ഒരു വെൽക്കം ഡാൻസ്